വളരെ ഓണാണോ? വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയത്. പക്ഷെ ഇതൊരു നല്ല തീരുമാനമായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു കുറച്ച് ബ്രേക്കിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും 2025 ഒക്കെ എൻഡ് ചെയ്യുമല്ലോ, അപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ 2025 എന്ന് പറയുന്നത് ലിറ്ററലി എനിക്കൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെ ഒരു വർഷമായിരുന്നു. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു വർഷമാണ്, അതേപോലെ മോശ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ എന്താ പറയുക, അതിൻ്റെ കംപ്ലീറ്റ്നെസ്സിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വർഷമായിരുന്നു എനിക്ക്. കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വർഷമാണ്. ഇമോഷണലി ആണെങ്കിലും ഭയങ്കര ഡൗൺ ആയിട്ടുള്ള അവസ്ഥ. കുറേ സെലിബ്രേഷൻസ് ഒക്കെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും അതങ്ങനെ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ വർഷം. ഒന്നിനും ഒരു പൂർണ്ണത ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നിയൊരു വർഷമായിരുന്നു. എന്നപ്പോൾ ഞാൻ വിചാരിച്ചു 2020 എൻഡിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാം. എങ്ങനെയായിരുന്നു ഇതെന്ന് അറിയണമല്ലോ. മേ ബി അടുത്ത വർഷം നോക്കുമ്പോഴത്തേക്ക് ഇതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നുമില്ല. ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. ഇനി 1 hour മാത്രമേ ഉള്ളൂ 2026 പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ ചേട്ടൻ, ഞാൻ, ദിവ്യ, അബി എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പം മാഹി വരും, ശ്രീരാജ് വരും. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് ആസ് ഓഫ് നൗ നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചേഞ്ച് ഒക്കെ വരുമോ എന്നറിയത്തില്ല, പക്ഷെ അങ്ങനെ വരുന്ന മുറയ്ക്ക് ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ കാണാം. ഒന്നൂടെ അബി, പ്ലീസ് 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 പ്ലീസ്. ഈ തോന്നിവാസമൊക്കെ കാണാൻ 2026 ഇനിയും ബാക്കി. തീരുമാനമായി. എനിക്ക് അങ്ങോട്ട് പോവാൻ സമയമായി. നീ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഏട്ടൻ താഴേക്ക് ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ 25? അയ്യോ, വലിയ കഷ്ടപ്പാടായിരുന്നു. അതെ അല്ലേ, എല്ലാവർക്കും ഒരേപോലൊക്കെ തന്നെ. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. വെട്ടമുണ്ടോ പിന്നെ about your 25? മാന്യമായ ഭാഷ ഉപയോഗിക്കണേ. It was nice. ആ മുഖത്ത് തന്നെ ഉണ്ടല്ല. And I am expecting more than that in 26. അടുത്ത ആളെ വിളിക്കട്ടെ. മര്യാദക്ക് നിക്ക്. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ 2025? പറ. അടിപൊളിയോ നിനക്കോ? എനിക്ക് അടിപൊളിയല്ലായിരുന്നല്ലോ. ആർക്കും അടിപൊളിയല്ലായിരുന്നു, നിനക്ക് മാത്രം അടിപൊളി. കള്ളത്തിന് പറയരുത്. നിന്റെ ഏറ്റവും നിന്റെ വിശിഷ്ട ദിവസം നടന്ന ഏത് ദിവസം? എന്ത് വിശിഷ്ട ദിവസം? എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നടന്ന ഏത് വർഷം? ആനിവേഴ്സറിയോ? കല്യാണം നടന്ന ഏത് വർഷമാടി? അപ്പറ ഏത് വർഷം കല്യാണം നടന്നത്? How was your 2025? സത്യം പറ, നിനക്ക് ജോലി കിട്ടിയ വർഷമല്ലേ? എനിക്ക് ജോലി കിട്ടി, ചെലവായി, പൈസ എല്ലാം പോയി, ഡ്രൈവിങ്ങിന് പോകുന്നുണ്ട്. പ്ലീസ് സ്റ്റേ സൈലന്റ്. നമുക്ക് കുറച്ച് സമയം, ഇപ്പം ഏകദേശം സമയം എത്രയായി? 11:44 നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ചാല മാർക്കറ്റിലാണ്. അപ്പൊ അച്ചുവേട്ടന് പെട്ടെന്നൊരു ആഗ്രഹം, വണ്ടിയിൽ എന്തിടണം? പിച്ചിപ്പൂ. അത് പിച്ചിപ്പൂവാണ് ചേട്ടാ. കാണാൻ പറ്റുന്നില്ല എന്താണ്, പക്ഷെ അത് കറക്റ്റ് കിട്ടുന്നില്ല. ഇന്ന് സ്വർഗവാതിൽ ഏകാദശി.
മണം പറഞ്ഞുണ്ടോ അപ്പൂ എടാ എന്താണ് നീ പറഞ്ഞ സ്വർഗവാതിലെ ഏകാദശി കണ്ട നേരെ കണ്ട ഇന്ന് പത്മനാഭസ്വാമി അതല്ലോ, ക്ഷേത്രത്തിലെ 3 വാതിലും തുറക്കും. അതെ അതെന്ന് പറയണ നമ്മള് പൂർണ്ണ വിഗ്രഹം കാണാൻ പറ്റും. പൂർണ്ണ പ്രതിഷ്ഠയായിട്ട്. അപ്പൊ ഇന്ന് ഭയങ്കര റഷ് ആയിരിക്കത്തില്ലേ ഇവിടെ? എന്റെ അമ്മ എങ്ങനെ ഇന്നാണോ അതോ നാളെയോ? കഴിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞു. അമ്മ എന്താ എന്ത് ഭംഗിയില്ലേ. ഒരു ദിവസം പോണം നമുക്ക് എല്ലാവർക്കും. ഇപ്പോഴും നല്ല തിരക്കുണ്ടല്ലോ. അതാണ് ആ വാതിലാണോ? ആ വാതിലല്ല, അകത്ത വാതിൽ. ഇത് അവൾക്ക് അറിഞ്ഞുവിടാത്തോണ്ടല്ലേ. നീ കണ്ടിട്ടില്ലേ പത്മനാഭനെ? ഞാൻ അകത്ത് കേറിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ ആ കിടക്കുന്ന അതൊക്കെ കണ്ടു. വാതിൽ ഒരുമിച്ച് 3 വാതിൽ ഒരുമിച്ച് തുറക്കും. മറ്റേത് ഒന്ന് തുറക്കും. അത് ഇതാവുന്നു കണ്ണാ. ഇറങ്ങി വീഡിയോ എടുക്കണ ഇല്ല ഇല്ല. അങ്ങോട്ട് പൊക്കൂടെ. ിലെ ലാസ്റ്റ് വീക്ക് ഇത് നീ ഓണാക്കില്ലടാ. പാല കുരുങ്ങണ്. പോലീസ് പിടിച്ചോണ്ട് പോവുകയാണ് എല്ലാരും. ഒരു സെറ്റ് കഴിഞ്ഞു. என்ன பண்றாங்க? എവിടേക്ക് സൗണ്ട് മാത്രമേ നേരത്തെ അവൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇട്ടായിരുന്നു. ഒരുമിച്ച് കൊറിയോഗ്രാഫി ചെയ്തതാണ്. ഏതാണ്? അല്ലെങ്കിൽ അവൾ ഏത് Happy New Year, guys. Happy New Year, guys. Happy New Year. ചത്ത് ഓ ഇവിടെ ഉണ്ടോ? അയ്യോ അത് കണ്ടില്ല. നാല് സൈഡ് ക്യാമറ വെക്കാനുള്ളായിരുന്നു. അതാ പോണ് വേണം. അയ്യോ പറഞ്ഞു തേർന്നില്ല. ചീറ്റിപ്പോയേ. രണ്ടാമത്തെ ചീറ്റിപ്പോയേ.
we are going to take first selfie of 2026. എടുക്കാൻ പോകുന്നത് അച്ചുവേട്ടനാണ്. എന്റെ vlog ആണോ? എന്താണ് സർ പറഞ്ഞത്? ഫസ്റ്റ് സെൽഫി ഓഫ് 2026 എടുക്കാൻ പോവാണ്. വളരെ ഓണാണോ? വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയത്. പക്ഷെ ഇതൊരു നല്ല തീരുമാനമായിരുന്നു. ആൻഡ് ദ ക്രെഡിറ്റ് ഗോസ് ടു അയ്യോ എന്റെ ഭാര്യയെ കാണാല്ലേ. ഒരു ഫോട്ടോ ഇട്ട് വരും. ഹാപ്പി ന്യൂ ഇയർ. അവളുടെ വീക്ഷണ കോണകത്തിലൂടെയുള്ള ന്യൂ ഇയർ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോണം കൂടെ എടുത്തു. ഇവിടെ കൂടെ ഒരു കോണമുണ്ട്. ഇതാണ് നമ്മൾ കണ്ട കോണകം. ഇതാണ് രണ്ടാമത്തെ കോണകം. ഇത് മൂന്നാമത്തെ കോണകം, സെൽഫി കോണകം. ചിഞ്ചുവിന്റെ കൂടെ ചിഞ്ചു കൂടെ എടുക്കും. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. എടാ ഇത് എടുക്കടാ. വണ്ടി റിവേഴ്സ് ചെയ്ത് ബാക്ക്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ മൊത്തം പരിപാടി ചെയ്യുന്നതാ. എന്തൊരു പരിപാടി? ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. நாங்க சாப்பிடுறதுக்குள்ள தமிழ்ல பேசு. தமிழ் தான் பேசிட்டு இருக்கு. உனக்கு என்ன வேணும்? என்ன வேணும்? சாப்பிடுறதுக்கு என்ன வேணும் உனக்கு? எனக்கு என்ன தயிர் சாதம் போதுமா? தயிர் சாதம் இப்படி இந்த நேரத்துலயா? யார் சொன்ன கிடைக்காதுன்னு? இந்த நேரத்துல தயிர் சாதம் கிடைக்கும். உனக்கு வேணாம்னா அப்படி சொல்லணும். எனக்கு ஏதாவது கொஞ்சம் சிம்பிளான ஏதாவது ஃப்ரைட் சிக்கன் போதும். ஃப்ரைட் சிக்கன் சிம்பிளா? ஃப்ரைட் சிக்கன் போதும். போதும். சிம்பிளா ஃப்ரைட் சிக்கன் ஏதாவது போதும். நமக்கு நிறைய பிளான்ஸ் இருக்கு. நிறைய இல்ல, ஒரு சின்ன பிளான் இருக்கு டுமாரோ. ബിരിയാണി ഉണ്ട്. ബിരിയാണി. என்ன தெரியாதா? சிட்டி பாறையா? நமக்கு சின்ன ஒரு பிளான் இருக்கு. அதனால தான் நம்ம இந்த நேரத்துல வீட்டுக்கு தமிழ் எல்லாமே குழஞ்சு நான் சொல்லணுமா? நான் சொல்லணுமா? നമുക്ക് നാളെ കാലയിல ഒരു ചിന്ന പ്ലാൻ ഇருக்கு. അതായത് നമ്മ സൺറൈസ് பார்க்க போறோம். அதாவது தமிழ் இல்லையே. ஆனா நம்ம சன்ரைஸ் பார்க்க போறோம் சிட்டிப்பாறையில. அதான் பிளான். ஆனா சீக்கிரம் வீட்டுக்கு சேரணும், அதுக்கப்புறம் சாப்பிடணும், தூங்கிடணும், காலையில எணிக்கணும், சன்ரைஸ் பார்க்க போறேன். காலையில எணிக்கிறதுக்காக நாம இப்போ சீக்கிரம் வீட்டுக்கு போய் அதான் நான் சொன்னேன், பைத்தியம் பிடிச்சவளே. அதான் நான் சொன்னேன், நான் கொஞ்சம் இப்ப சீக்கிரமா வீட்டுக்கு போறேன். ஏன்னா காலையில சன்ரைஸ் பார்க்க போறேன் சிட்டிப்பாறை. இது கரெக்ட், இது கரெக்ட். முன்னாடி நீ பேசுறது அவ்வளோ கிளாரிட்டி கிடையாது. அது ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ അബി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ മാഹിയെ. എന്റെ പേര് വിളിച്ചില്ലല്ലോ. ഹാപ്പി ന്യൂ ഇയർ കണ്ണാ. ഹാപ്പി ന്യൂ ഇയർ ചിഞ്ചു. മുട്ടായി വേണ്ടേ? ഹാപ്പി ന്യൂ ഇയർ അങ്കിൾ. ബൈ ആശി ബൈ മേരെ ബൈ. ഹാപ്പി ന്യൂ ഇയർ ടു മീ. താങ്ക് യു. ഈ മുട്ടായി ആരും ഇല്ലേ? ഞാനുണ്ടല്ലോ. പക്ഷെ എന്റെ മുട്ടായി ഏറിക്കണ്ടേ? അയ്യോ കിട്ടത്തില്ല. മാറി റിവേഴ്സ് ഇട്. അയ്യോ അത് കിട്ടത്തില്ല. വെൽക്കം. 2024 ആദ്യത്തെ വെൽക്കം ആണ് കേട്ടോ വീട്ടിലേക്ക് നിന്റെ. ഇതാണിയാണോ? അയ്യോ ഞാൻ ശാല കൊടുത്ത പോലെ. കം സിറ്റ്. ഓക്കെ
Somebody is chilling here. Guys, നിങ്ങൾ എല്ലാരും നോക്കെന്ന് തന്നെ. ഞാൻ തുണി ഇട്ടിട്ടില്ല. അച്ചേട്ടാ ഞാൻ ബാക്കാ എടുക്കുന്നത്. കൊഴപ്പില്ല അച്ചേട്ടാ. പിന്നെ അച്ചേട്ടാ ഞാൻ എന്റെ ഫ്രണ്ട് വ്യൂ എടുക്കുന്നില്ല. യു ഡോണ്ട് വറി. അച്ചേട്ടൻ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫുൾ തുണി ഇടാത്ത പോലെ. ഒരു നിക്കറുണ്ട് ഗൈസ്. I look so tired. Yeah. അവരോട് വന്നിട്ട് കിടക്കാം. സമയം എത്രയായി? 1 മണിക്കൂർ പോലെ ഉറങ്ങാനുണ്ടാവുന്നുണ്ട്. കുടിക്കുന്ന ദിവ്യക്ക് മംഗളാശംസകൾ. Guys, a very good morning. സമയം 4:36. അപ്പൊ നമ്മളിപ്പോ ചിട്ടിപ്പാറയിലേക്ക് പോകാനായിട്ട് എണീറ്റതാണ്. അൺഫോർച്ചുനേറ്റ്ലി കറണ്ട് ഇല്ല. സോ കാണാം. ഹലോ. പെട്ടെന്നുള്ള ഗെറ്റ് റെഡി കഴിഞ്ഞിട്ട് കാണുന്നില്ല നിന്നെ. നീ എന്താണ് അങ്ങനെ ഇരിക്കുന്ന? ഒരു പെട്ടെന്നുള്ള ഗെറ്റ് റെഡി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 4:50 ആയപ്പോഴത്തേക്ക് ഇറങ്ങുവാണ്. ഇവിടുന്ന് ഒരു മണിക്കൂറോ? 1 hour. കറക്റ്റ് 1 hour. നോക്കാം, കണ്ടാ മതിയായിരുന്നു. കാണാം. ഉറക്കം തൂങ്ങി പണ്ടാരടങ്ങി പോകുന്ന മുഖങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, ചേട്ടന്റെ മുല്ലപ്പൂ പിച്ചിപ്പൂ. ഓക്കെ, ഒരു നല്ല സൺറൈസ്. ഭാഗ്യലക്ഷ്മി ബാഗില് ഒരു നല്ല സൺറൈസ് കണ്ട് ഒരു നല്ല തുടക്കത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു നല്ല സൺറൈസ് കിട്ടുമെന്ന പ്രതീക്ഷയോടെ അമ്മച്ചിമാരെ കഴിച്ചോണ്ടില്ലേ. ഇനിയിപ്പോ സൺസെറ്റ് കാണാൻ ഞങ്ങൾ നല്ലൊരു സൺറൈസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ തിരിക്കുകയാണ് ഗൈസ്. ബൈ. ഇവിടെ എന്താണ് ഇതൊക്കെ പൊട്ടിക്കുന്ന? അതല്ല, മറ്റേ ഇപ്പൊ ഈ സെലിബ്രേഷൻ അമ്പലത്തിലാണ് ഇപ്പൊ കേട്ടത്. എനിക്ക് അവിടെ തട്ടി വീഴുമെന്തോ. ഞാൻ ലിയോദാസ് ആയിരുന്നു ഇവിടെ പറഞ്ഞത്. ഞാൻ ലിയോദാസ്. ഗൈസ്, ഞങ്ങൾ രാവിലെ 5:30 അപ്പം അതിന് മുന്നേ ഒരു കോഫി കുടിക്കാൻ നോർത്തു. കാരണം ആർക്കും ഉറക്കമൊന്നും ശരിയായിട്ടില്ലാത്തത് കൊണ്ട് ഒരു കോഫി ഒരു ചായയിൽ തുടങ്ങാം എന്ന് കരുതി. നോക്കൂ. എന്തുവാ ഓരോ സ്ഥലത്തും ഓരോ ഇതാണ്. ഇത് കോഫിയാണോ കണ്ണ? ഇത് ചായ. രാവിലെ ഒരു ചായ അല്ലേ?
400 meters, turn right. ഒരു അമ്പലം ഉണ്ടോ അവിടെ? ആണോ അച്ചോടാ? പുലിയാണി കലിപ്പില്ല, ആരെയാണല്ലേ പുലിയാണെ കരിപ്പില്ലേ? പുലിയാണി ഇതിന്റെ അകത്ത് കയറില്ല, ആരെയാണെങ്കിൽ ചവിട്ടി എടുത്ത് ദൂരെ കളയും. നടന്നു പോകുമ്പോഴേ നടന്നു പോകുമ്പോ അങ്ങോട്ടാണോ കണ്ണ? വണ്ടി എടുക്കപ്പുണ്ട്. വനം ഒരു ധനം. കുറച്ച് ഇരുട്ടല്ലേ, ടോർച്ച് വേണം. ഒരു സൺറൈസ് കാണാനുള്ള ഒരു കഷ്ടപ്പാടാണ് ഗൈസ്. കേൾക്കുന്നുള്ളൂ. അങ്ങോട്ട് കാണിക്കേ, അങ്ങോട്ട് കാണിച്ചു തരാം. അങ്ങോട്ട് കാണിക്കണ്ടേ? അങ്ങനെ കാണിക്കേ. നോക്ക്, എല്ലാവരുടെയും ഒരു കേത്തപ്പ അതെന്താണ് കണ്ണ? അങ്ങ് ദൂരെ പള്ളി. നീ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചോട്ടോ. വാടാ. സൺറൈസ് ആവാറായെന്ന് തോന്നുന്നു ഗൈസ്. കണ്ണ ഫ്രണ്ടിൽ പോ, എനിക്ക് വഴി അറിയത്തില്ല. പതുക്കെ അവിടെ ചവിട്ടി, ഞാൻ ബാക്കി ഇങ്ങനെ പുഷ് കയറിക്കോളാം. നിങ്ങൾ പിടിച്ചോ. ആ നീ ചവിട്ടി കയറിയായി, നീ കയറിക്കോ. വാ, കണ്ടോ സിമ്പിളല്ലേ? നീ ഫ്രണ്ടിലെ പോ, വഴി ഫ്രണ്ടിൽ പോകുന്ന പറയാം. ഇതൊക്കെ ഒരു ഊഹം വെച്ച് പോകുന്നത്. ഓക്കെ. അപ്പോൾ നിനക്ക് എക്സാക്റ്റ് വഴി അറിയില്ല അല്ലേ? പക്ഷെ എനിക്ക് ഷൂസ് ഇട്ടാൽ മതിയായിരുന്നു കണ്ണ. ചെരുപ്പ് കുറച്ച് സീനാണ്. അവരവിടെ മറ്റവരാണ്. നിന്നെ കാണിക്കില്ല. ഫോട്ടോ എടുക്കണം.
ഗൈസ്, ഇതെൻ്റെ എൻ്റെ ലൈഫിലെ തന്നെ ഫസ്റ്റ് ഒരു സൺറൈസ് ഇങ്ങനെ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഐ എം വെരി 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 ഹാപ്പി. സാധാരണ ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഒരു ട്രിപ്പ് പിടിച്ചപ്പോഴത്തേക്കും അത് തേഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പം ഇന്ന് രാവിലെ കുറേ കഷ്ടപ്പെട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരാനായിട്ട്, അപ്പോഴും കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു. നമ്മൾ കയറി വന്നതിന് ശേഷം ഒരു ആൻഡ്രോയിഡിൽ നമുക്ക് സമയം കാണിച്ചത് 6:36 സൺറൈസിൻ്റെത്. ഐഫോണിൽ കാണിച്ചത് 6:33 പക്ഷേ ഈ 2 സമയത്തിലും നമുക്കിവിടെ സൂര്യൻ ഉദിച്ചില്ല. അപ്പം ആസ് യൂഷ്വൽ നിങ്ങൾ വിചാരിച്ചു ഇതും തേഞ്ഞു. പക്ഷേ ഫൈനലി നമുക്ക് ആ ഒരു വ്യൂ കണ്ടപ്പോഴത്തേക്കും വന്നത് ഭയങ്കര നല്ലതായിരുന്നു എന്ന് തോന്നി. ഇത് ആക്ച്വലി നമ്മൾ എന്താ പറയുക, കുറച്ച് റഷൊന്നും വേണ്ട, കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ന്യൂ ഇയർ ആകാം ഈ വർഷം എന്ന് ചിന്തിച്ച് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ എൻഡ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. 2025 എന്ന് പറയുന്നത് കുറച്ചധികം നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, പിന്നെ പ്രശ്നങ്ങളും കുറേ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഹെൽത്ത് വൈസ് ആണെങ്കിലും കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളൊരു വർഷമാണ്. ഒരു സെക്കൻഡ്, എടാ ഞാൻ വീഴൂ. ഇല്ല, ഓക്കെ. അപ്പം ഹെൽത്ത് വൈസ് ആണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും അങ്ങനെ എല്ലാം കുറേ ബുദ്ധിമുട്ടുകൾ വന്ന ഒരു വർഷമാണ് 2025. പിന്നെ മാനസികമായിട്ടാണെങ്കിലും അങ്ങനെ ഒട്ടും എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉള്ള ഒരു വർഷമായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ 2026 എനിക്ക് കുറച്ച് പീസ്ഫുൾ സ്റ്റാർട്ട് വേണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ ഇപ്പം നൈറ്റ് ആണെങ്കിലും നമ്മൾ കുറച്ച് പേര് മാത്രമുള്ള ഒരു എന്താ പറയുക, ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തതും അങ്ങനെ ആ ഒരു ചെറിയ സർക്കിളിൽ നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചതും തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് നേരത്തെ ഒരു പവർ നാപ്പ് എടുത്ത് ഇന്ന് രാവിലെ ഇങ്ങനെ മോർണിംഗ് വ്യൂ ഒക്കെ കാണാൻ വന്നതും. ഇപ്പം നമ്മൾ anything you want to contribute? Anything you want to contribute? Nothing? Just your You may go. Your guys' safety is only. Okay, that's good. ചെരുപ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം സ്ലിപ്പാവോ എന്നൊരു പേടിയും അല്ലേ? അല്ല, എന്നാൽ ചെരുപ്പിട്ട് ഇറങ്ങുമ്പോൾ ഒരു പേടി. ഓക്കെ, വീണ് പോയാൽ നല്ല രസമായിരിക്കും. ഓക്കെ, സോ 2026 എല്ലാവർക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള കുറേ എന്താ പറയുക, നിങ്ങളുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന, അതായത് നിങ്ങളാൽ കഴിയുന്ന മോശകാര്യങ്ങൾ മാത്രം, എല്ലാം വേണം. ഒരു ലൈഫാകുമ്പോൾ നല്ലതും ചീത്തയും വേണം. പക്ഷെ നമ്മൾ ഒരുപാട് വേദനിപ്പിക്കാത്ത ചെറിയ ചെറിയ മോശകാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ ഓക്കെ. നമ്മളങ്ങനെ ഡീപ്ലി ഹേർട്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ ഓക്കെ, നമുക്ക് വി ക്യാൻ മാനേജ്. അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, ഇറ്റ് വിൽ ബി ഫൈൻ. അങ്ങനെയുള്ള ചെറിയ ചെറിയ മോശകാര്യങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല ഹെൽത്തും വെൽത്തും എല്ലാമുള്ള ഒരു പീസ്ഫുൾ ലൈഫായിരിക്കട്ടെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. വൺസ് അഗെയിൻ എ വെരി ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. ആൻഡ് ഇപ്പം ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് പറ്റുന്ന പോലെ പറ്റുമ്പോഴൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ ബൈ. ഡേ ആയില്ലല്ലോ, ഡേ ഫുൾ ആയില്ല. നമുക്ക് എന്തെങ്കിലും ഈവനിങ് പ്ലാൻസ് ഉണ്ടോ ഗൈസ്? ഈവനിങ് ആണല്ലോ. ഡു വി ഹാവ് എനി ഈവനിങ് പ്ലാൻസ്? അബി, നീ വരുമോ ഇങ്ങോട്ട്? വണ്ടി കൊടുക്കാൻ പിന്നെ വന്നല്ലേ പറ്റുമോ? യാ, അപ്പോൾ ഉണ്ടോ? It's up to me. It's up to you guys. You have to close your shop ASAP. Okay. അച്ചുവേട്ടൻ ഇല്ല, അയ്യോ അതറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് എടുത്തേ. നിങ്ങൾ ഭയങ്കര സ്ലോ ആണ് ഗായ്സ്.
ചെമ്പകമാണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു, ഒരു നിഗമനം. ഇതാണ് ചെമ്പകമരം. ചെമ്പകമരം. ഓക്കെ, അതിന് താഴെ വല്ലതും കിടപ്പുണ്ടെങ്കിൽ നമുക്ക് കാണിക്കണം മുകളിൽ. ഏതാ ഇതോ? ഓക്കെ, ഇത് നമ്മൾ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ അബിയുടെ വീട്ടിൽ വരുന്ന വ്ളോഗിലും ഈ അട്ട ഉണ്ടായിരുന്നു. നല്ല സ്ഥലം അവിടെ ഉണ്ടടാ. ചാടാനോ? ഒരു ടാസ്ക് ആണ് ശരിക്കും. വാ. ഓ, ഇത് ഇത് അമ്പലമാണോ? ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്ക് ഇത് ഇരുട്ടത്തൊന്നും കണ്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇതിന് എൻട്രൻസ് ആണെന്ന്. ഓക്കെ, ഇതിപ്പോ തുറക്കുമായിരിക്കും. ചിറ്റിപ്പാറ. ഓ, നമ്മള് ചിട്ടിപ്പാറ എന്നാണ് പറഞ്ഞത്. ഇതിന് ഇത്രയും നമ്മൾ ഇറങ്ങണം എന്നുള്ളതൊരു വലിയ കടമ്പയാണ്. പക്ഷെ കയറി വന്നതിൻ്റെ അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. എടാ, അതെന്ത് പറ്റി? കയറിയപ്പോഴത്തേക്ക് സ്റ്റക്കായി നിൽക്കുമായിരുന്നു. ഒരു കാര്യം കൂടി, 2-3 days ബാക്ക് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയിരുന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഒരു കോട്ട് എന്നിൽ സ്ട്രൈക്ക് ചെയ്യാനായിട്ടൊരിടയായി. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. 2026 വേണ്ടിയിട്ട് നിങ്ങൾക്കും ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആൻഡ് അതിവർ പറയും, നല്ലതൊന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ, വരുന്നതെല്ലാം നല്ലതായിരിക്കട്ടെ. അതെ, നല്ലതൊന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ, വരുന്നതെല്ലാം നല്ലതായിരിക്കട്ടെ. ബൈ.